അപ്പോൾ അങ്ങോട്ട് പറഞ്ഞ പോലെ നമുക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു 5 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് ലേശം നെയ്യ് ഒഴിച്ച് ഒരു 4-5 ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 സബോളയും ഒരു തക്കാളിയും അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ലേശം ഉപ്പിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ആ വെള്ളമൊന്നും തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഒന്ന് നടുകഷ്ണാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ നമ്മുടെ മിക്സ് റെഡിയായി. അതിനുശേഷം നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് എടുക്കുക, അതിലേക്ക് ആ മിക്സ് വയ്ക്കുക, ഒരു മുട്ട വയ്ക്കുക, അതൊന്ന് വേറൊരു ബ്രെഡ് വെച്ചിട്ട് അതൊന്ന് എന്താ പറയുക അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ സാൻഡ്വിച്ച്. സിമ്പിളാണ്. നമ്മുടെ വീട്ടിൽ സവോള വട്ടിയതോ അങ്ങനത്തെ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു മുട്ട 2 മുട്ട പുഴുങ്ങിയിട്ട് കുട്ടികൾക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ കഴിക്കുകയും ചെയ്യും, അവരുടെ വിശപ്പും മാറും, ഒരു വെറൈറ്റി ആവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.